ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസും കാര്യങ്ങളിലും മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ഇന്ന് എനിക്ക് വന്നേക്കുന്ന എൻട്രി മോഡൽ എവിടെയാണ് എന്നുള്ളൊരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിൽ ഈ ലെവൽസുകളൊക്കെ ആയിരുന്നു. 23,442 എന്ന് പറഞ്ഞ ലെവല്, അതിന് താഴെ 23,388. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഈ രണ്ട് ലെവൽസിനെ നിങ്ങൾ രണ്ട് ലെവൽസായിട്ട് കാണാതെ ഒരു ഏരിയ ആയിട്ട് നിങ്ങളോട് കാണണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മാർക്കറ്റ് ഫെർദർ ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ടും അതേപോലെ ഈ ഒരു ലെവലിലോട്ടും മാർക്കറ്റ് എത്തുമെന്ന ഉള്ളൊരു കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എക്സാക്ട്ലി മാർക്കറ്റ് ഇന്ന് നമുക്ക് ഒരു മൂവ്മെന്റ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ ലെവൽസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എൻട്രി മോഡൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ റാൻഡം പ്ലേസസിൽ പോയിട്ട് ആ എൻട്രി മോഡൽസ് എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിൽ, ഞാൻ പറയുന്ന ലെവൽസിലോ അതോ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക. അത് പ്രീവിയസ്ലി ഒരു 2 to 3 months നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലെവൽസിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നോ എന്നും കൂടി ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഇനി മാർക്കറ്റ് ആ ലെവൽസിൽ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ലെവൽസിൽ നിങ്ങളുടെ എൻട്രി മോഡൽസ് എന്ത് ചെയ്യുക, പഞ്ച് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അത് തന്നെയാണ് ഞാൻ കോഴ്സായിട്ട് എടുത്ത ക്ലാസ്സിൽ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യം, എങ്ങനെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കണ്ടുപിടിക്കാം. എക്സാക്ട്ലി ഇതേ ഇമ്പോർട്ടൻറ്റ് ലെവൽസിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ എല്ലാ ദിവസവും പ്രീമിയം ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത കോഴ്സെന്നും ഞാൻ കറക്റ്റായിട്ട് അതിനെ പറയുന്നില്ല, ഒരു ക്ലാസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനകത്ത് എന്ത് ചെയ്യുക, ഒരു ട്രേഡർ എന്ന് പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാനല്ല ആൾക്കാരെ പഠിപ്പിക്കുന്നത്. മാർക്കറ്റിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്ന ഒരാൾ, ഒരു അനലിസ്റ്റ് ആക്കി മാറ്റാനാണ് മാക്സിമം ആൾക്കാരെ നോക്കുന്നത്. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, പല ആൾക്കാർക്കും നല്ല റിസൾട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ക്ലാസ് തീരുന്ന സമയത്ത് അവരുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സാക്ട്ലി ഞാൻ ഇന്നലെ പറഞ്ഞ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഒന്നുകിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കാണിച്ചത് കണക്ക് തന്നെ നാളെ ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് നല്ലൊരു അപ്സൈഡിലായിരുന്നു. ആ ഗ്യാപ്പിൻ്റെ മുകളിൽ അപ്സൈഡിലോട്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. തിരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലോട്ട് തന്നെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണിച്ചുകൊണ്ട് റിയാക്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാനും കൂടി പറ്റി. അപ്പോൾ ഈ സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ കണ്ടീഷൻസ് ഞാൻ അവർക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സസ്റ്റെയിൻ ചെയ്ത ഏരിയയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ എയിം ചെയ്തത് ഈ ഒരു ലെവലിലായിരുന്നു. ഏകദേശം ആ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് നല്ല രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് മൂവ്മെന്റ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. നെക്സ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ പിന്നെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി ഫർദർ ഈ ഒരു ലെവലിലോട്ട് എത്താനാണ്. മാക്സിമം ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നമ്മുടെ ട്രേഡിന്റെ കണ്ടീഷൻസ് എല്ലാം വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യാതെ തന്നെ ആ ഒരു ട്രേഡിലോട്ട് എൻ്റർ ആവാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ എൻട്രി മോഡലിൽ വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം. അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റി, ഓൾമോസ്റ്റ് നമ്മുടെ ട്രേഡ് ഓൾമോസ്റ്റ് 225 പോയിന്റ്സ് വരെ പോയി. പക്ഷേ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പോയിന്റ്സിന് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാർക്കറ്റ് എക്സ്പയറി ആയ ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസിലും അതേപോലെ ഒരു 15 മിനിറ്റ്സിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് പറ്റി. നമ്മൾ ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈറ്റ് ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ അറ്റ് ദ മണിയുടെ തൊട്ട് താഴെയുള്ള ഒരു പ്രീമിയം നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്തു. ഓൾമോസ്റ്റ് 135 പോയിന്റ്സിലായിരുന്നു നമ്മൾ ബൈ ചെയ്തു. ഓൾമോസ്റ്റ് ആ പ്രീമിയം 300+ പോയിന്റ്സിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. നല്ലൊരു റിസൾട്ട് കണ്ട ഒരു ഡേ ആയിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളോട്ടും പോകാം. ഈ പറഞ്ഞേക്കുന്ന ലെവൽസ് തന്നെയാണോ ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ പ്രീവിയസ് വീഡിയോ, ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്തതെന്നും കൂടി നോക്കുക. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും, എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. കാരണം ഇപ്പം നമ്മുടെ വ്യൂസ് ഡൗൺ ആവുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയ്ക്ക് വളരെ ചെറിയ വ്യൂസ് ആയിരുന്നു, പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ കണ്ട ആൾക്കാർക്ക് ഇന്നത്തെ മാർക്കറ്റ് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യുക, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസിലും കാര്യങ്ങളിലോട്ടും പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് വളരെ കുറച്ച് ലെവൽസ് ആണ്.
ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീക്ക്ലി അനാലിസിസ് പറഞ്ഞുതരാം. വീക്ക്ലിയിൽ മാർക്കറ്റ് ഇനി എയിം ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാൾ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ട്രെൻഡാണ്. മാർക്കറ്റ് ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എയിം ചെയ്യാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ബെയറിഷ് ട്രെൻഡിൽ നിന്ന് എന്താണ് ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ കാര്യം നമുക്ക് ഡെയിലിയിൽ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഡെയിലിയിലും അതേപോലെ തന്നെ വീക്ക്ലിയിലും നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് എയിം ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഇനി ഫർദർ അപ്സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ലെവൽസ് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽസാണ്. അപ്പോൾ കുറച്ച് കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡ് അണ്ടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റ് ഈ ഒരു ലെവൽ ടേക്ക് ചെയ്യുന്ന ടൈം വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മാത്രം അധികം അഗ്രസീവ് ആവണ്ട. അപ്പ് സൈഡിലോട്ടുള്ള എൻട്രീസ് ആണെങ്കിൽ നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞത് കണക്ക് തന്നെ അപ്പ് സൈഡിലോട്ട് നമ്മൾ നല്ല വലിയ ടാർഗറ്റുകൾ തന്നെ ആയിരുന്നു വിട്ടത്. ആ ടാർഗറ്റുകളെല്ലാം എയിം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് 23,709 എന്ന് പറഞ്ഞ ലെവൽ. ഡൗൺ സൈഡിലോട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന ലെവൽ 23,627 എന്ന് പറഞ്ഞ ലെവൽ. ആ ഒരു ലെവലിൻ്റെ മുകളിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് 23,806 എന്ന് പറഞ്ഞ ലെവൽ. ഡൗൺ സൈഡിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് 23,578 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ ഇത്രയും ലെവൽസ് നാളത്തേക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഈ ഒരു ഗ്യാപ്പാണ്. ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പിനെയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആ ഒരു ഗ്യാപ്പിനെയും കൂടി നിങ്ങൾ വാച്ച് ചെയ്യാണ്ട് ശ്രമിക്കുക. മാർക്കറ്റിൽ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ലെവൽസ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മോസ്റ്റ്ലി ഇത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ലെവൽസിൽ കാര്യങ്ങളോ മാറ്റങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാളെ ഒരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.